ഹായ് everyone, this is Vibin from Evica. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ആപ്പിളിന് US ഗവൺമെൻറ്റിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായ DOJ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു കേസ് സ്യൂ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ആപ്പിൾ ഒരു മോണോപോളി ആണ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആപ്പിൾ ഒബ്വിയസ്ലി ഒരു മോണോപോളി തന്നെയാണ്. ആപ്പിളിനെ പോലെ വേറൊരു കമ്പനിയും ഇത്രയും അവരുടെ ഒരു ക്ലോസ്ഡ് എക്കോണമി വെക്കുന്ന ഒരു കമ്പനി ഇല്ല. പക്ഷേ അതിന് അവർ തരുന്ന കുറച്ച് റീസൺസ് ഉണ്ട്, എൻ്റെ കുറച്ച് റീസൺസ് ഉണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ആൻഡ്രോയിഡ് ലവേഴ്സ് ആണെങ്കിൽ പോലും ആപ്പിൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഐഫോൺ ലവേഴ്സ് അല്ലെങ്കിൽ ആപ്പിൾ ലവേഴ്സ് പറയുന്നുണ്ട് ആൻഡ്രോയിഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറയുന്നുണ്ട്. കുറേ കോൺട്രഡക്ടറി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ടെക്നോളജി ബേസിൽ കുറേ നടക്കുന്നുണ്ട്. ഉണ്ട്, ഇല്ല എന്നല്ല. ഞാനൊരു ആപ്പിൾ ലവറാണോ? യെസ്, എനിക്ക് ആപ്പിൾ പ്രൊഡക്ട്സ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാനൊരു ആൻഡ്രോയിഡ് ഹെയ്റ്ററോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വിരോധിയോ അല്ല. എനിക്കും ആൻഡ്രോയിഡ് ഇഷ്ടമാണ്. ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ S20 അല്ലെങ്കിൽ S10 ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു പെണ്ണുകൊണ്ടുള്ള പരിപാടി. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഞാൻ സാംസങ് നല്ലതാണ് ആപ്പിൾ ചീത്തയെന്നല്ല, അല്ലെങ്കിൽ ആപ്പിൾ നല്ലതാണ് സാംസങ് ചീത്തയെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു മോണോപോളി എന്ന് പറയുന്ന കാര്യം അവർ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് വെക്കുന്നത് ആപ്പിൾ വാച്ചിലെ ഒരു കാര്യം പറഞ്ഞാണ്. ഈ ഒരു DOJ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, ഈ ഒരു ആപ്പിൾ വാച്ചിൻ്റെ കാര്യം പറയുകയാണ് അവർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പ്രശ്നം അവർ എന്താ പറയുക ഉന്നയിക്കുന്നതെന്ന് പറയാം. ഒരു കാര്യം പറയുകയാണെങ്കിൽ ആപ്പിൾ വാച്ച് ഐഫോണായിട്ട് മാത്രമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രശ്നം പറയുന്നത്. അതായത് 2024 മാർച്ചിലാണ് ഈ പ്രശ്നം ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ നിങ്ങളറിയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, ചിലപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും. 2023 നവംബർ 1 2023, അതായത് ലാസ്റ്റ് ഇയർ 1 ആപ്പിളിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആപ്പിളല്ല, ഒരു നമ്മുടെ ഈ പറഞ്ഞ ജോൺ പ്രോസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ബ്ലൂംബർഗിൽ കുറച്ച് ആൾക്കാരുടെയൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടാവും. ഈ റിപ്പോർട്ട്സിൽ അവർ പറയുന്നത് ആപ്പിള് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ആൻഡ്രോയിഡ് സിങ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ട്രൈ ചെയ്താലും കുറേയധികം ഹെൽത്ത് ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും ആ ഒരു സിങ്കിങ് ആൻഡ്രോയിഡ് വരുന്നില്ല. അതേപോലെ കുറേയധികം ലിമിറ്റേഷൻസ് ആൻഡ്രോയിഡ് ആപ്പിളിന് വരുന്നുണ്ട് എന്നുള്ള കൊണ്ടാണ് ഈ പറഞ്ഞ ഐഡിയ ആപ്പിൾ എവിടെ പറഞ്ഞെടുത്ത ഫ്ലോ പോയി, ആ മൂടങ്ങ് പോയി. ഞാൻ പറഞ്ഞത് ആപ്പിൾ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സിങ്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലും കാണാൻ പറ്റും അതിൻ്റെ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും. 2023 നവംബർ 1 ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 925 ഗൂഗിളിൽ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും പറയുന്നില്ല. ആൻഡ്രോയിഡ് ഈ പറയുന്ന ഫുള്ളി ഓപ്പൺ എക്കോസിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ക്ലിനിക്കിൽ അവിടുത്തെ ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ കയ്യിൽ ആ ഡോക്ടറിൻ്റെ വൈഫ് ഒരു ഗിഫ്റ്റ് കൊടുത്തു, സാംസങ്ങിൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ആ ഡോക്ടർ യൂസ് ചെയ്യുന്നത് LGയുടെ ഫ്ലിപ്പാണ് വിങ്. അതായത് ഈ ഒരു ഫോണിന് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഒരു ഫോൺ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. LGയുടെ വിങ് ആണ് അതിൻ്റെ പേര്. ആ ഒരു ഡിവൈസ് ആൻഡ്രോയിഡ് ആണ് അല്ലേ, LG ആൻഡ്രോയിഡ് ആണ്. പക്ഷേ സാംസങ് വാച്ചായിട്ട് പെയർ ആവുന്നുണ്ട്. ഒട്ടും ഫീച്ചേഴ്സ് കിട്ടുന്നില്ല, ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുന്നില്ല. ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം വന്നിട്ട് റെഡിയാക്കാൻ വേണ്ടി മൈജിയിലേക്ക് ചെന്നു. മൈജിന്ന് എടുത്തപ്പോൾ ഒരു പറഞ്ഞ ആൻഡ്രോയിഡ് ആണ്, വർക്കാവും, ഫുള്ളായിട്ട് സിങ്ക് ആവും, അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഡോക്ടർ വൈഫ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തത് ബർത്ത്ഡേക്ക്. പക്ഷെ ആയില്ല, കാരണം സെല്ലുലാർ ഓപ്ഷനാണ് എടുത്തത്. ചിലപ്പോൾ ഇനി സെല്ലുലാർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും അവസാനം ഈ പറഞ്ഞ സെല്ലുലാറായിട്ട് കണക്ട് ആവാത്ത കൊണ്ട് ഈ ഒരു വാച്ച് അവർ തിരിച്ച് മൈജിയിൽ തന്നിട്ട് മൈജി ആൾക്കാർ ഒരു സാംസങ്ങിൻ്റെ ഡിവൈസിൽ ഈ ഒരു ഡോക്ടറിൻ്റെ സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഈ ഒരു സെല്ലുലാർ അതായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ സാംസങ് ഫോണിൽ നിന്ന് അവർ ആ ഒരു വാച്ചും ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്തിട്ടാണ് വാച്ച് സെല്ലുലാറാക്കി കൊടുത്തത്. എന്നിട്ടും തീർന്നില്ല. ഇത് സെല്ലുലാറാക്കി കൊടുത്തിട്ടും
ഡോക്ടറിന് ഫോൺ വരുന്ന സമയത്ത് ഫോണിൽ സേവ്ഡ് നമ്പർ ഈ ഒരു വാച്ചിൽ അൺസേവ്ഡ് നമ്പർ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ ആൻഡ്രോയിഡ് എല്ലാം കണക്ട് ആവുന്നല്ലോ പറഞ്ഞിട്ട് നടക്കണം. അപ്പോൾ എന്താ കണക്ട് ആവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയും കാര്യങ്ങൾ ആൻഡ്രോയിഡിലും ഉണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമ്മളെ പുറകെ കിടക്കുന്നുണ്ട്. ആപ്പിൾ മാത്രമല്ല ഈ പറഞ്ഞ ക്ലോസ്ഡ് എക്കോണമി നടക്കുന്നത്. സാംസങ്ങിന്റെ ടിവിസ് അങ്ങനെ പെയർ ചെയ്യാൻ വേണ്ടിയല്ലേ വാച്ച് ഉണ്ടാക്കി വെച്ചത്, ഫോൺ ഉണ്ടാക്കി വെച്ചത്. ഈ സാംസങ്ങിന്റെ AC, TV, ഫ്രിഡ്ജ് ഇതെല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യാൻ സാംസങ്ങിന്റെ ഹബ് ഉണ്ട്, അതേപോലെ ഡെക്സ് ഉണ്ട്. ഇതെല്ലാ കാരണം അവരുടെ ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ അത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണെന്ന് അവർ പറഞ്ഞാലും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എപ്പിക് ഗെയിമിൻ്റെ ഇഷ്യൂ, അതായത് ആപ്പ് സ്റ്റോർ ആയിട്ട് ലിങ്ക് ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് ഗെയിമിൽ കുറേ പോയിന്റ്സ് നമുക്ക് എന്താ പറയുക വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നാണ് ആപ്പിളായിട്ട് ഇഷ്യൂ നടന്നു. യെസ്, ആ ഒരു കാര്യം ആപ്പിൾ കാണിക്കുന്നത് തെണ്ടിത്തരമാണ്, ഇല്ല ഞാൻ പറയില്ല, തെണ്ടിത്തരം തന്നെയാണ്. പക്ഷേ വേറൊരു സൈഡ്, അതായത് ഇത് എൻ്റെ പെർസെപ്ഷനാണ്, തെറ്റാവും ശരിയാവാം. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെന്നാണെങ്കിൽ തന്തക്കം തള്ളക്കം വിളിക്കരുത്, ഞാൻ തിരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും പറയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയാം. ഞാനിത് എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്പർ, നമുക്ക് ഈ ഒരു ഡെവലപ്പർ, ഇപ്പം ഞാനൊരു ഗെയിം ഡെവലപ്പറാണെങ്കിൽ ഞാൻ ആപ്പിളിന് ഒരു തുക കൊടുത്താലാണ് എനിക്ക് ആപ്പ് സ്റ്റോറിൽ ആപ്പ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. ഞാനോ നിങ്ങളോ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ആപ്പ് അഡോബിൻ്റെ നമുക്ക് ഫോട്ടോഷോപ്പോ നമുക്ക് ഈ പറയുന്ന ഇല്ലിസ്ട്രേറ്ററോ അല്ലെങ്കിൽ പ്രീമിയർ പ്രോയോ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒറിജിനൽ ലൈസൻസ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഈ ലൈസൻസ് കൊടുത്ത് വാങ്ങിക്കണം എന്തിനാ? നമുക്ക് ആ ഒരു ഒതൻറ്റിസിറ്റിയും അതേപോലെ ഒറിജിനൽ സാധനം വാങ്ങിക്കാനാണ്. അതിൻ്റെ ഡെവലപ്പേഴ്സ് അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നത് ഒരു കാശിനായിരിക്കും. ആ ഒരു കാശിന് തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് APK ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഉണ്ടാക്കിയ ക്രിയേറ്റർ പൊട്ടനാ, അപ്പം ഞാൻ എന്താ പൊട്ടനാ? ആ ഒരു സീനാവും ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയ ആൾക്ക്. പക്ഷെ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം എല്ലാവരും. ഇവന്തോ ഞാനൊരു സമയത്ത് ചിന്തിച്ചാണ്, ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺ ചെയ്യാൻ പറ്റില്ല, കാശ് കൊടുക്കണം. ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് കൊടുക്കാൻ പറ്റില്ല, കാശ് കൊടുക്കണം. ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ചെറിയ തുക അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ആപ്പിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ക്രിയേറ്റർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആപ്പിന് കാശിടുമ്പോൾ ആ ഒരു കാശ് കൊടുക്കാതെ വാങ്ങിക്കുന്ന നമ്മളപ്പോൾ അത്രയും പുണ്യാളന്മാരൊന്നുമല്ല. ഞാനും വിൻഡോസിൽ APK എടുത്തിട്ടുണ്ട്, ഞാനും പുണ്യാളനാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആപ്പിളിൽ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു ക്രിയേറ്ററിനെ അവിടെ വില വെക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഡെവലപ്പറിനെ വില വെക്കുന്നുണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയൊരു ആപ്പിന് ഒരു 10 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 299 വെച്ച് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ ഇട്ടു. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ വാങ്ങണമെങ്കിൽ എനിക്ക് ആ കാശ് തന്നെ, ഞാൻ ആ കാശ് തരണം. ആ കാശ് തരുമ്പോഴാണ് നിങ്ങൾ ചെയ്ത വർക്കിന് വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കണ്ടവൻ്റെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തെടുത്തു, ഞാൻ ഷെയർ ചെയ്തെടുത്തു, ഞാൻ എക്സെൻഡറിൽ നിന്ന് എടുത്തു, ഞാൻ APK ഗൂഗിളിൽ നിന്ന് എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്കിന് അവിടെ എന്താ വിലയുള്ളത്? ആ ഒരു വില അവിടെ പോകും ഇല്ലേ? പോകുമില്ലയോ? നിങ്ങൾ പറ. ഞാൻ വേറൊന്നും പറയുന്നില്ല, എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു വില പോകും. ഇനി ആൻഡ്രോയിഡ് ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ആപ്പിൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ആപ്പിൾ ചെയ്യുന്നതും കുറേയധികം തെറ്റുകളുണ്ട്. പക്ഷെ ആപ്പിൾ ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ആപ്പിളിൻ്റെ ഈ DOJ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ കാർപ്ലേയും ഇതേപോലെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. കാർപ്ലേയിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ആപ്പിൾ ഈ കാർപ്ലേയിൽ കുറേയധികം ഇൻ്റഗ്രേഷൻ കൊണ്ടുവരുന്നതും കാർപ്ലേയിൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നതും ഇതായിട്ട് എന്താ പ്രശ്നം? ഞാൻ നോക്കിയതാണ്, ഞാൻ ആ ലിങ്ക് വേണമെങ്കിൽ ഇടാം താഴത്ത്. അതിനും പ്രശ്നമാണ്. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം ക്ലോസ്ഡ് ആണ്. ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം അങ്ങനെയാണ്, മോണോപ്പൊളിയാണ്. ആപ്പിൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ, ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന മണ്ടന്മാർ, ഒരു പിണ്ണാക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചങ്ങ് ഉപയോഗിക്കും. അവരുടെ ചിലവിലൊന്നുമല്ല നിങ്ങൾ താമസിക്കുന്നത്. പിന്നെ അങ്ങനെ ക്ലോസ്ഡ് എക്കോണമി ആണെന്നാണെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഉണ്ട്, നമുക്ക് ആൻഡ്രോയിഡ് ഉണ്ട്, നിങ്ങൾക്കല്ലേ നമുക്ക് ആൻഡ്രോയിഡ് ഉണ്ട്, ആൻഡ്രോയിഡ് എടുക്കാം. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് ഐഫോൺ
എക്സ്പെൻസീവ് ആണ്, എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്, നോ ഡൗട്ട്. പക്ഷേ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചധികം ഗുണങ്ങളുണ്ട്. നമുക്ക് കസ്റ്റമൈസബിൾ ഇല്ല, നമ്മുടെ ഫയൽ ഷെയറിങ് മോശമാണ്, നമുക്ക് ക്ലിപ്പ് ബോർഡ് ഇല്ല, കുറേ അധികം ഓപ്ഷൻസ് കുറവാണ്. നമ്മുടെ ഷാസിക്കയുടെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, അതിലും പറയുന്നുണ്ട് ആ ഒരു ആൻഡ്രോയിഡിൽ കിട്ടുന്ന പല ഓപ്ഷൻസും നമുക്ക് iOS-ലില്ല. സത്യമാണ്, അത് അവർക്ക് കൊണ്ടുവരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അത് കൊണ്ടുവരാത്തത് അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് ഞാനും പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഞാനത് പറയാതിരിക്കാൻ ശ്രമിക്കുന്നില്ല, അത് സത്യമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ടെക്കാണെങ്കിൽ പോലും തെറ്റാന്ന് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. വേറൊരു കാര്യം, അതേപോലെ ഞാൻ ഈ അടുത്ത് വേറൊരു ഇഷ്യൂ അതേപോലെ കേട്ടായിരുന്നു. ഇതേപോലെ തന്നെ ഐഫോൺ എടുത്ത് തന്നെ മാക്ക് എടുക്കണം, മാക്ക് എടുത്ത് ഐപാഡ് എടുക്കണം, ഐപാഡ് എടുത്ത് തന്നെ മറ്റേ എയർപോഡ്സ് എടുക്കണം. ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചേണ്ടത് എടുക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് എടുക്കാതിരിക്കാം, അതൊരു കസ്റ്റമേഴ്സ് ചോയ്സ് ആണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ കെയർ പ്ലസ് നിങ്ങൾ കെയർ പ്ലസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ കെയർ പ്ലസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 9,000 രൂപ കൊടുത്തതിനാൽ അൺലിമിറ്റഡ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. അൺലിമിറ്റഡ് വാറണ്ടി, ഡിസ്പ്ലേ റീപ്ലേസിംഗ് ഉണ്ട്, ബാറ്ററി റീപ്ലേസിംഗ് ഉണ്ട്, ബാക്ക് കവർ റീപ്ലേസിംഗ് ഉണ്ട്. ഇതെല്ലാം ചീപ്പ് കോസ്റ്റ് നിങ്ങൾക്ക് മാറ്റി കിട്ടും. ഏകദേശം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് 2,000 രൂപ മുടക്കിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ ഡിസ്പ്ലേ മാർക്ക് കിട്ടും. അതും 35,000-40,000 രൂപ ഡിസ്പ്ലേ. ഇനി ഫോൺ ഫുള്ള് ചീത്തയായി പോയി, നിങ്ങൾക്ക് 8,900 രൂപക്ക് ഈ പറഞ്ഞ ഡിവൈസ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടും. അതും 50 GB iCloud സ്റ്റോറേജ്, iCloud പ്ലസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ എടുത്താൽ നല്ലതാണ്. കാരണം 30,000 രൂപ കൊടുത്തു അല്ലെങ്കിൽ 2,000-3,000 രൂപ കൊടുത്ത് തേർഡ് പാർട്ടി ഷോപ്പിൽ പോയിട്ട് നമ്മൾ ലോക്കൽ ഡിസ്പ്ലേ മാറുന്നതിനായിട്ട് നല്ലതല്ലേ ഒരു 2,000 രൂപ കൊടുത്ത് നല്ല ഒറിജിനൽ വാങ്ങിച്ചിരുന്നത്. ആ ഒരു 9,000 രൂപ കൊടുക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കും. പിന്നെ 1,00,000 രൂപയുടെ ഫോൺ എടുക്കും, 9,000 രൂപ കൊടുക്കാൻ പിശുക്ക് കാണിക്കും. പിശുക്കല്ല അത് ഞാൻ പറയുന്നത്, അത് നമ്മൾ കാണിക്കുന്ന മണ്ടത്തരാ. അതിലോ EMI എടുത്ത് 3 മാസം 3,000 വെച്ച് അടച്ചാൽ തീർന്നു. നമുക്ക് ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് എടുക്കണ്ടേ? ഇപ്പം എത്രയോ പേരുണ്ട് ഐഫോൺ എടുത്തിട്ട് ഈ ആപ്പിൾ കെയർ പ്ലസ് എടുക്കാത്തവർ. അവരെ ഫോഴ്സ് ചെയ്യും, നിങ്ങൾ എടുക്കുക. എടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം, എടുത്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടമാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ ഗൂഗിളിലാണ് ബാക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഐക്ലൗഡ് എടുത്തിട്ടില്ല, എനിക്ക് ഐക്ലൗഡിൻ്റെ ആവശ്യമില്ല, എക്സ്പെൻസീവ് ആണ്. സോ ഞാനതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു, നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും, നമുക്കത് എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഞാൻ ആപ്പിൾ നല്ലതാണെന്നോ ആപ്പിൾ മാത്രമാണ് നല്ലതെന്നോ പറയുന്നില്ല. ആപ്പിൾ ചെയ്യുന്നത് അവരുടെ കമ്പനിയും ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ചെയ്യുക. അതൊരു കോർപ്പറേറ്റ് ആണ്. അതേപോലെ കുറേ പേര് പറഞ്ഞു ടിം കുക്ക് ഇതാണ്, സ്റ്റീവ് ജോബ്സ് അങ്ങനെയായിരുന്നു, സ്റ്റീവ് ജോബ്സ് ആയിരുന്നെങ്കിൽ ഇപ്പം അങ്ങ് തന്നെ കമ്പനി ടിം കുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടു എന്നൊക്കെ. രണ്ടുപേരും 2 ടൈപ്പാണ് മക്കളെ, ഉള്ള കാര്യം പറയാം. കാരണം സ്റ്റീവ് ജോബ്സിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആരും ഇറക്കാത്ത ഒരു പ്രൊഡക്റ്റ് സ്പോട്ടിൽ ഇപ്പൊ ചെയ്യാ ഫടാഫട്ട് ഇറക്കാന്നുള്ള വൈബാണ് സ്റ്റീവ് ജോബ്സ്. അത് പുള്ളിക്കാരൻ്റെ ഐപോഡ് നാനോ, മാക്കിൻതോഷ് എന്നുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഭയങ്കര മാർക്കറ്റിൽ ആരും ഇറക്കണേക്കാട്ട് മുമ്പ് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ഇറക്കണം. പക്ഷേ സ്റ്റീവ് ജോബ്സ് പോലെ അല്ല ടിം കുക്ക്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം പപ്പനെ പോലെ ആയിരിക്കില്ല, ഞാൻ കുറച്ചുകൂടെ വേറെ രീതിയിലേക്കും തിങ്ക് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ഫാദർ അല്ലേ. പക്ഷെ നമ്മുടെ തിങ്കിങ് വേറെ ആയിരിക്കും, നമ്മുടെ വിഷൻ വേറെ ആയിരിക്കും, നമ്മൾ ആ വിഷനിലേക്ക് എത്തുന്ന ആ ഒരു പാറ്റേൺ വേറെ ആയിരിക്കും. പക്ഷേ ടിം കുക്ക് എങ്ങനെയാ ഒരു പ്രൊഡക്റ്റ് ഇറക്കാനല്ല പുള്ളിക്കാരൻ നോക്കുക. ആദ്യം ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരാദ്യം മാർക്കറ്റിനെ പറ്റി പഠിക്കും. ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടോ, ഈ പ്രൊഡക്റ്റ് എന്തൊക്കെ അതിൽ കുറവുണ്ട്, ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്തൊക്കെ ആൾക്കാർക്ക് വേണമെന്ന്. ഇത് വിഷൻ പ്രോ 2000-ലോ 2002-ലോ പേരിൻ്റെ എടുത്ത് വെച്ചാൽ അവർക്ക് അപ്പം ഇറക്കി കൂടായിരുന്നു, 2005-ൽ ഇറക്കി കൂടായിരുന്നു. എന്തുകൊണ്ട് ഇറക്കിയില്ല? ദേ ആർ ലേണിംഗ് മാർക്കറ്റ് ഇങ്ങനെയാണ്. മെറ്റാ ക്വസ്റ്റ് 3 ഇറങ്ങി, അത് പ്ലാസ്റ്റിക് ആണ്, അതിന് പുറത്ത് ഡിസ്പ്ലേ ഇല്ല. അപ്പം ഇങ്ങനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ദേ ആർ ലേണിംഗ്. ഓരോ ദിവസം അവരവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കണം.
ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ തെറ്റിനെ നമ്മൾ പഠിക്കാൻ. ഇന്നലെ ചെയ്ത തെറ്റ് നോക്കിയിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക് പറഞ്ഞു നമ്മുടെ ഇന്നലെ ചെയ്ത തെറ്റ് നോക്കി നമ്മൾ ഇന്ന് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ടിം കുക്കിൻ്റെ രീതി അങ്ങനെയാണ്. അത് ടിം കുക്ക് മോശമായതുകൊണ്ട് ടിം കുക്കിൻ്റെ പാറ്റേൺ അങ്ങനെ ആയിരിക്കാം. ഇനി പുതിയ വരുന്ന CEO ചിലപ്പോൾ സ്റ്റീവ് ജോബ്സിനെ പോലെ ആയിരിക്കില്ല, ടിം കുക്കിനെ പോലെ ആയിരിക്കില്ല. അയാൾ പറയും നമുക്ക് ഈ സാധനം ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ചിലവർ ഇപ്പം ഞാനൊക്കെ ഒരു സാധനം ഇറങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ അത് എന്താണെന്ന് അറിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ചിലർക്ക് അങ്ങനല്ല, ചിലർക്ക് അത് ഇറങ്ങിക്കഴിയുമ്പോൾ അതറിയാം. അത് ഓരോ ആൾക്കാരുടെ രീതിയാണ്. അത് ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമ്മളെല്ലാവരും യൂണീക്കാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ കൊണ്ടുവന്ന ഒരാളിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതും ഡിഫറെൻ്റ് ആണ്. സോ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ DOJയും അവരും കൊല്ലങ്ങളായതിൻ്റെ പുറകെ നടക്കുന്നു. EUവും ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ഗ്രീൻ ബബിൾ, RCS, അങ്ങനെ ആപ്പിൾ തരാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും പേഴ്സണലി വേണ്ട കുറേ കാര്യങ്ങൾ ആപ്പിൾ തരുന്നില്ല. അപ്പോൾ അത് കൊണ്ടുവന്നാൽ മോസ്റ്റ് വെൽക്കം ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക്. അതേപോലെ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് എടുക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്, യു ആർ ദ കിങ്. നിങ്ങളാണ് രാജാവ്. അല്ലാതെ അവർ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരുന്ന് പോകും. ആപ്പിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീമാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ കാര്യം നോക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹാപ്പി ആണെന്ന് നോക്കുക. ആപ്പിളിൻ്റെ CEO ആയ ടിം കുക്ക് ഉണ്ട്. ഐഫോൺ ഞങ്ങൾ ഉണ്ടാക്കിയേക്കണത് അവരുടെ ഒരു ഡെയിലി ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതല്ല എല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇത് ഞാൻ ഈ ചെയ്യുന്നത് നമുക്കൊരു പാഷൻ, നമ്മുടെ ഒരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം, അത് വേറെ കാര്യം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്നും ലെങ്തി ആയിപ്പോൾ, ഐ നോ, ഐ എം സോറി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തന്തക്കും തള്ളക്കും തെറിവിളി മാത്രം ഒഴിച്ച് ബാക്കി എന്ത് നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമുക്കൊരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ സ്വന്തം വെബ്സൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ലിങ്കൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് Evin Xavier signing from Evica.